എത്രയൊക്കെ അവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചാലും ഒരു നിമിഷം ഇതൊക്കെ എന്റെ പരാജയമായിട്ട് ഞാൻ മനസ്സിലാക്കുക. പക്ഷെ രക്ഷ, ഇതുകൊണ്ടൊന്നും ഞാൻ തോറ്റുപോയെന്ന് നീ വിചാരിക്കരുത്. എന്റെ നിലനിൽപ്പിന് വേണ്ടി നിന്റെ മുമ്പിൽ എനിക്ക് അഭിനയിച്ചേ പറ്റുള്ളൂ. അതിന് എനിക്ക് താലി വേണം. ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ദിവസം, നിന്റെ കഴുത്തിൽ തിളക്കുന്ന ആ താലിയുടെ ഏകാവകാശി നീ എന്നൊരു വ്യക്തിക്ക് മേൽ പൂർണ്ണ അവകാശി. നിന്റെ ചുണ്ട് ഇത്ര സോഫ്റ്റാണ് മിത്ര. കഴുത്തിൽ താലി കെട്ടിന്ന് കരുതി ഞാൻ എന്നിട്ട് ഭാര്യയായിരുന്നു നീ വിചാരിക്കണ്ട. എവിടെ പോയി? എവിടെയും കാണുന്നില്ലല്ലോ. கண்டுபிடிப்பாயா பூக்களுக்குள்ளே தேனுள்ள வரையில் காதலர் வாழ, பூக்களுக்குள்ளே தேனுள்ள வரையில் காதலர் வாழ. എന്റെ പെണ്ണെ, നീ തന്നെ എന്നെ ഇങ്ങനെ മോശക്കാരനാക്കുന്നത്. காற்றே வாசல் வந்தாய், மெதுவாக கதவு திறந்தாய், காற்றே உன் பேரை கேட்டேன், காதல் അതെ, ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണമെന്ന് കഴിക്കാൻ இருந்தாய், காற்றே நீ சொல்வாய் என்றே. ഇതൊക്കെ ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ ഒരാളെ വെച്ചിട്ടുണ്ട്. അതൊക്കെ അവര് ചെയ്തോളൂ. നീ അത്ര കഷ്ടപ്പെട്ട് ഈ പണിയൊന്നും എടുക്കേണ്ട കാര്യമില്ല. പിന്നെ എന്നെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ടല്ല നിന്റെ കഴുത്തിൽ ഞാൻ ആ താലി കിട്ടിയത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കേണ്ട കാര്യമില്ല. താനിപ്പോൾ എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടിന് ഇത്രയും വരില്ല ഇതൊന്നും. അതുകൊണ്ട് കഷ്ടപ്പാടിൻ്റെ കാര്യമൊന്നും പറയണ്ട. പിന്നെ ഇവിടെ വെറുതെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു സമാധാനം, അതിനും കൂടെ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇതിൻ്റെ പേരിൽ ഇവിടെയുള്ളവരെ വെറുതെ ക്രൂശിക്കാൻ നിൽക്കണ്ട. അവരെങ്കിലും മനസ്സമാധാനത്തോടെ ഇവിടെ നിന്നോട്ടെ. ഇവിടെ ആരോട് എങ്ങനെ പെരുമാറണമെന്ന് എന്നെ ആരും പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ നിന്നോളും. അതിൻ്റെ പേരിൽ ആരും സങ്കടപ്പെടാൻ നിൽക്കണ്ട. പിന്നെ നീ എങ്ങോട്ടേ തിളച്ച് കയറാൻ നിൽക്കുന്നത്? ഒരു കാര്യം ഞാൻ പറയാം, കഴുത്തിൽ കെട്ടിയ താലിയുടെ പേരിലാണെന്നുണ്ടെങ്കിൽ അത് വേണം. എനിക്കും തന്നോട് തന്നെ പറയാനുള്ളത്. കഴുത്തിൽ കെട്ടിയ താലിയുടെ ബലത്തിൽ താൻ്റെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ട. ഞാനങ്ങ് നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട. ഡീ, ഒത്തിരി അങ്ങ് ചിലയ്ക്കാൻ നിൽക്കണ്ട. ശരിയാ, അങ്ങനെ ചലിക്കാൻ പോലുള്ള അവകാശം എനിക്കില്ലല്ലോ. അല്ലെങ്കിലും നിന്റെ ഇഷ്ടത്തിനല്ലേ ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ ജീവിക്കുന്നത് പോലും നിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ. അപ്പോ ഞാൻ പറയേണ്ട എല്ലാ കാര്യം നിനക്കറിയാം. പിന്നെന്താ മിത്ര, വെറുതെ നീ എനിക്ക് പണിയാക്കാൻ നിൽക്കരുത്. അതുകൊണ്ട് നല്ല കുട്ടിയായിട്ടിരിക്കുക. ആവശ്യമില്ലാണ്ട് എന്നെ ദേഷ്യം പിടിപ്പിച്ച അത് ശരിയാവില്ല. നീ വിട്. അപ്പോ നിനക്ക് മാത്രമേ ദേഷ്യം വരുള്ളൂ? എനിക്ക് പറ, എന്ത് അധികാരത്തിലാ നീ എന്നെ ഇങ്ങോട്ട് തട്ടിക്കൊണ്ടുവന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എന്നെ എങ്ങനെയിട്ട് ഉപദ്രവിക്കുന്നേ? അതൊന്നും പറഞ്ഞതാ. ഞാൻ രക്ഷ, എൻ്റെ മാത്രം അധികാരത്തിൽ. അതുകൊണ്ട് മാത്രം നീ ഇപ്പോൾ ഇവിടെ ഉള്ളേ. അങ്ങനെ ഒരു അവകാശം കാണിക്കാൻ നീ എൻ്റെ ആരാ? എനിക്ക് യാതൊരു അവകാശമില്ലായിരുന്നു. പക്ഷേ നിയമപരമായിട്ടാണെങ്കിലും അല്ലെങ്കിലും നിന്റെ കഴുത്തിൽ ഇപ്പോൾ കിടക്കുന്ന താലി അത് ഞാൻ കിട്ടിയതാ. അപ്പോൾ പൂർണ്ണമായും നിന്നിലെ എല്ലാ അവകാശങ്ങൾക്കും ഞാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെയുള്ളപ്പോൾ ഇനി അവകാശത്തിന് കണക്ക് നീ ചോദിക്കേണ്ട കാര്യമില്ല. നിനക്കോ? ഞാനോ? ഒരിക്കലുമില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ അവകാശം നിനക്ക് തരില്ല. എന്റെ സമ്മതമില്ലാതെ എന്റെ കഴുത്തിൽ താലി കെട്ടിട്ടാണോ ഭർത്താവ് ജമയുന്നത്? മിത്ര, സ്റ്റോപ്പ് ഇറ്റ്. കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ഈ താലിയൊക്കെ പൊട്ടിച്ചാൽ തീരാനും ബന്ധമുള്ളൂ ഞാൻ നീ തമ്മിൽ, അല്ലാതെ വേറൊന്നുമില്ല.
ജയിലിൽ പോലും ഇതിൽ സമാധാനം ഉണ്ടാവും. മിത്രേ, ഇത് കുടിക്ക. വേണ്ട, ദേ നോക്ക്, ഇതൊന്നും സ്കിപ്പ് ചെയ്യരുതെന്ന് രക്ഷസർ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ട് പോയതാ. ഇനി ഇത് കുടിക്കാതെ കഴിഞ്ഞാൽ അതിന് മറുപടി ഞാൻ പറയേണ്ടി വരും. ഇത് കുടിക്ക. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ, ഞാൻ ഇതൊന്നും കുടിക്കാറില്ല ഇപ്പം. എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? നോക്ക്, ഞാൻ നിൻ്റെ അടുത്ത് ഇത്ര അധികാരത്തോടെ സംസാരിക്കണമെന്ന് വിചാരിക്കണ്ട. പക്ഷേ നിനക്ക് എന്നെ ഒരു അമ്മയെ പോലെ കാണാം. നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉള്ളത്. എൻ്റെ മകളുടെ പ്രായമേ ഉള്ളൂ നിനക്കും. അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ? ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്നെ ഒന്ന് സഹായിച്ചൂടെ? മോളെ, നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഇതിനപ്പുറത്ത് കുറേ കാര്യങ്ങളുണ്ട്. നിനക്കറിയില്ലാത്തോണ്ടാ. സമയമാകുമ്പോൾ നീ എല്ലാം അറിയും. പിന്നെ രക്ഷസാർ നിന്നെ വേദനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, വിഷമിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ നീ ചിന്തിക്കണ്ട. നീ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. എന്ത്? ഞാനറിയാത്ത എന്ത് കാര്യങ്ങളെന്ന്? എന്നെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലെന്നോ? എന്നെ വിഷമിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലെന്നോ? അപ്പൊ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നൊക്കെ എന്താ? നിങ്ങൾക്കറിയോ, ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിങ്ങൾക്ക് പറ്റുമോ ഇതിവിടെ മകളെ കാണാതിരിക്കാൻ? എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. മിത്രേ, മോളെ, നീ വിഷമിക്കാതെ. എനിക്ക് മനസ്സിലാവാത്തോണ്ടല്ല, പക്ഷെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാ. തൽക്കാലം മോളെ കുടിക്ക്. പട്ടിണി കിടന്നാൽ ശരിയാവില്ല. ഇനി ഞാൻ ഇത് കുടിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ രക്ഷസാറിൻ്റെ വായിന്ന് നിങ്ങൾ വഴക്ക് കേൾക്കണ്ട. അവിടെ വെച്ചേക്ക്, ഞാൻ കുടിച്ചോളാം. എന്തായിടോ, പറഞ്ഞ കാര്യമൊക്കെ ശരിയായോ? സർ, പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? പ്രശ്നം രക്ഷ തന്നെ. അവൻ്റെ ടെറിട്ടറി കയറി നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ അവനതൊരിക്കലും ഇഷ്ടപ്പെടില്ല. ഫെഡറിക്ക് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഈ കാര്യത്തിൽ കൂട്ടു നിൽക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ മാത്രമല്ല, ഇതൊക്കെ അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനോ നിങ്ങളോ ആരും ബാക്കിയുണ്ടാവില്ല. നീ തൽക്കാലം ഞാൻ പറയുന്നത് കേട്ടാൽ മതി. കാര്യത്തിലേക്ക് വരാം. നാളെ കൃത്യം ഞാൻ പറഞ്ഞ സമയത്ത് പണമായിട്ട് നീ അവിടെ എത്തണം. ബാക്കി കാര്യം എനിക്ക് വിട്ടേക്ക്. പിന്നെ രക്ഷ, അവനിതൊന്നും അറിയില്ല.
അതെങ്ങനെ ശരിയാവും സായിബേ? നീ ഇവിടെ വന്ന് കാലുകുത്തി നിമിഷം മുതൽ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എൻ്റെ ടെറിട്ടറി കയറി കളിക്കാൻ നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞു? നിന്നോട് ഞാൻ അന്നേ പറഞ്ഞത് ഇനി നമ്മൾ തമ്മിൽ കാണാനുള്ളൊരിടവരുത്. പക്ഷേ നിനക്കെന്താ എത്ര പറഞ്ഞു തന്നിട്ട് മനസ്സിലാവാതെ? നിന്റെ ടെറിട്ടറിയോ? അതെങ്ങനെ നിന്റെ ടെറിട്ടറി മാത്രമാവും? ഈ ലോകത്ത് ശക്തിയുള്ളവന് മാത്രമേ അതിർത്തികൾ വരയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിന്റെ കാര്യത്തിൽ യാതൊരു അതിർ വരുമ്പോ ഇല്ല രക്ഷ. നിനക്ക് തെറ്റി സാഹിദ്. ശക്തി മാത്രം പോരാ, അത് കാത്തു സൂക്ഷിക്കാനുള്ള ധൈര്യവും കൂടെ വേണം. നിനക്കതില്ല. അത് ശരിയാ. ഞാൻ നീ അറിയാതെ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ നിന്റെ കണ്ണെല്ലായിടത്തും എത്തി. അതെങ്ങനെ സാധിക്കുന്നു നിനക്ക്? എൻ്റെ അനുവാദമില്ലാതെ ഇവിടെ ഒരു കാറ്റ് പോലും ചലിക്കില്ല. പിന്നെയല്ലേ നിന്റെ ഇടിയില് ഇവിടെ ഞാൻ അറിയാതെ ഒന്നും നടക്കില്ല സാഹിദ്. അത്ര ആത്മവിശ്വാസം നല്ലതല്ല രക്ഷ. പ്രത്യേകിച്ച് മിത്ര എൻ്റെ കയ്യിലൊരു ആയുധമായിട്ടിരിക്കുമ്പോ നിനക്കറിയാലോ, അവളെ എൻ്റെ കയ്യിൽ നിന്നാ നിനക്ക് കിട്ടിയത്. പക്ഷെ ചില സമയങ്ങളിൽ നീ അതങ്ങ് മറന്നു പോന്നു. അതത്ര നല്ലതാണോ? കൊള്ള നായേ, മിത്രയുടെ പേരിന് നിന്റെ വായി നിന്നെയും കേൾക്കാൻ നിൽക്കരുത്. കാരണം മിത്ര രക്ഷയുടെ ഒരു ബലഹീനതയായതുകൊണ്ട് അല്ലേ രക്ഷ? നിനക്ക് തെറ്റി സാഹിദ്. അവൾ എൻ്റെ ബലഹീനതയല്ല. ഞാൻ ഈ ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം പോലും അവൾ ഒരുത്തിയ. അത് നീ മറക്കണം. അത് കറക്റ്റ്. കാരണം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും ഈ അവകാശമുള്ളവന് മാഫിയയുടെ തലവനായിട്ടിരിക്കാനുള്ള യോഗ്യതയില്ല. നിന്റെ ഭാഗത്തെ തോൽവി അത് തന്നെയാ. നീ തോറ്റുപോകുന്നതും അവിടെ തന്നെയാ. കാരണം എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷേ നിനക്ക് നഷ്ടപ്പെടാനാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവളെൻ്റെ തോൽവിയാണോ ശക്തിയാണോ എന്ന് നീ ഇന്നറിയും സാഹിദ്. നീ എന്നെ കൊല്ലാൻ പോവാണോ? എന്നെ കൊല്ലാൻ പോവാണോ? ഓ മൈ ഗോഡ്, എനിക്ക് പേടിയാവുന്നു രക്ഷ. നീ എന്നെ കൊല്ലാൻ പോകുക? സാഹിദ്, നീ എൻ്റെ ബിസിനസ്സിൽ കൈവച്ചത് ഞാൻ ക്ഷമിച്ചു. നീ എൻ്റെ ടെറിട്ടറിയിൽ കടന്നത് ഞാനതങ്ങ് മറന്നു. പക്ഷേ എൻ്റെ മിത്രയുടെ പേര് അത് നീ ഉച്ചരിക്കാൻ പാടില്ലായിരുന്നു. അതിനൊറ്റ ശിക്ഷയുള്ളൂ. ശരിക്കും? എന്താ എന്താ അത്? എന്താ രക്ഷ? പറയ്, എന്താടാ? പറഞ്ഞിട്ട് പോ രക്ഷ. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് തന്നേരെ. എൻ്റെ ആവശ്യം കഴിയുമ്പോൾ നിനക്ക് തിരിച്ചു തന്നേക്കാം. റഫേൽ, ആ ചെറ്റയുടെ നാവ് എനിക്ക് വേണം. നിന്റെ ഈ പുഴുത്ത നാവും കൊണ്ടല്ലേ എൻ്റെ മിത്രനെ പറ്റി പറഞ്ഞേ. ഇനി അവളെ പറ്റി ഒരു വാക്ക് പറയാൻ നിന്റെ ഈ നാവ് പൊന്തരുത്. ഇനി നിനക്കിത് വേണ്ട, ഇത് ഞാനിങ്ങ് എടുക്കുക. ഓ, എന്നെ പറ്റിച്ചവൻ കുറെ ഉണ്ടാക്കിയല്ലോ. റഫേ, ഇനി ഇവിടെ ഒന്നും വേണ്ട, എല്ലാം കെട്ടിപ്പൂട്ടിക്കാം. യെസ് സാർ.
ഇവിടെ എന്നുള്ള ചോദ്യത്തിന് ഞാൻ എന്തു മറുപടി നിനക്ക് തരണ്ടേ? രക്ഷ, നീ കുടിച്ചിട്ടുണ്ടോ? ഓഫ് കോഴ്സ്, ഞാൻ എന്നും കുടിക്കാറുണ്ടല്ലോ. ഇന്നെന്താ വല്ല പ്രത്യേകതയുണ്ടോ? എന്നാ ഇത് പിടിക്കുക. എന്താ ഇത്? പിടിക്കുക. എനിക്കൊന്നും വേണ്ട. മിത്ര, ഞാൻ നിന്നോട് വേണോ എന്നല്ല ചോദിച്ചത്, ഇത് പിടിക്കാനാ പറഞ്ഞത്. എന്താ ഇത്? തുറന്നു നോക്ക. എനിക്ക് വേണ്ടി ഒറ്റ തവണയെങ്കിലും ഇതൊന്നിട്ട് വാ. എനിക്ക് പറ്റില്ല. നീ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. ഞാൻ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടെന്നിരിക്കില്ല. പ്രത്യേകിച്ച് എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. മിത്ര, എന്നെ കൺട്രോൾ ചെയ്ത് നിർത്താൻ എന്നെ കൊണ്ടാവില്ല. സോ വെറുതെ എന്നെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിക്കരുത്. ചെല്ല. അല്ലെങ്കിലും ഇത് മാത്രമായിട്ട് ഞാൻ എന്തിനാ കുറയ്ക്കുന്നത്? ഇനി എന്താ അവൻ പറഞ്ഞിട്ട് കേൾക്കാത്തതായിട്ടല്ലേ? ഇനി ചെല്ലാത്തതിൻ്റെ പേരിൽ വേണ്ട. അതെ, ഞാനൊരു സ്ഥലം വരെ പോവാം. പക്ഷേ എപ്പോൾ തിരിച്ചു വരുമെന്ന് അറിയില്ല. ഇവിടുന്ന് എങ്ങോട്ട് പോകാൻ ശ്രമിക്കരുത്. പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ പെരുമാറുമെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ തൻ്റെ വീടിൻ്റെ താക്കോൽ എനിക്ക് വന്നിട്ടല്ലേ പോകുന്നത്? 24 മണിക്കൂറുണ്ട് ഇവിടുന്ന് പോവല്ലേ പോവല്ലേന്ന്. താൻ എങ്ങോട്ടേലും പോകത്തൂലേ? അതിപ്പോൾ തന്നെ എന്നോട് പറയാൻ നിൽക്കുന്നേ. താൻ പോകുമോ വരുമോ വരാണ്ടിരിക്കുമോ എന്താ ചേച്ചി?
എന്നോട് പറയേണ്ട കാര്യമില്ല. അല്ല പിന്നെ പറിച്ചിട്ട് കേട്ട തോന്നും അവൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ട് എന്നെ പെർമിഷൻ എടുത്തിട്ടാണ് ചെയ്യുന്നതെന്ന്. നീ വന്നോ? എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. എന്തായി? നീ എന്തൊക്കെയൊക്കെ ചെയ്തു വച്ചല്ലോ, അതിൻ്റെ ബാക്കി എന്തെങ്കിലും പറ. ഞാൻ എന്തെങ്കിലും ചെയ്യണോ? വേണ്ട, ഒന്നും വേണ്ട. എനിക്കൊറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ആര് ആർക്ക് വേണ്ടി? ഇതുവരെ അത് കണ്ടെത്താൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. അവരെന്തിനും ഇത്രേൻ്റെ പുറകെ ഇങ്ങനെ, എനിക്ക് മനസ്സിലാവുന്നില്ല. രക്ഷ, നീ എന്തിനായിരുന്നു അവളുടെ പുറകെ? നിനക്കറിയോ? ചിലപ്പോൾ അതേ ഉദ്ദേശം തന്നെ ആയിരിക്കും അവളുടെ പുറകെ വരുന്ന ആളുടെയും. പക്ഷെ ലാസർ, അവനെന്തിനു വേണ്ടിയിട്ടാണ് മിത്രയുടെ പുറകെ വരുന്നത്? ഞാൻ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവനെ ഭൂമിയിൽ ബാക്കി വെച്ചേക്കുന്നത്. ചില കാര്യങ്ങൾ ഇനി അറിയാനുണ്ട്. ലാസർ, അവൻ അങ്ങനെയൊന്നും പോകാൻ പാടില്ല. അവനെ അങ്ങനെ തീർക്കാനും പാടില്ല. നിനക്കറിയാത്ത ചില കാര്യങ്ങൾ എനിക്കറിയാൻ രക്ഷ. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ എനിക്ക് കുറച്ചുകൂടി ടൈം വേണം. നിനക്കൊരു കാര്യം അറിയോ? ഇപ്പം എൻ്റെ ജീവിതം പോലും അതിനുവേണ്ടി ഞാൻ മാറ്റി വെച്ചു. ഇതിനിടയിൽ മിത്രയുടെ കാര്യം നീ വിട്ടേക്ക. അവളെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം. അവളുടെ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. പിന്നെ എൻ്റെ ജീവൻ പോയാലും അവളെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും. മിത്ര, എന്നെ വെറുക്കുന്ന ഓരോ നോട്ടവും എന്നെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും നിന്നെ വിട്ട് പോവാൻ മാത്രം എനിക്ക് പറ്റുന്നില്ല. ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ അതേ മനസ്സ് തന്നെയാണ് നിന്നെ വിട്ടുകളയില്ലെന്ന് എന്നോട് പറയുന്നത്. നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിന്നെ സ്നേഹിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടായിരിക്കും നീ വെറുക്കുന്ന വഴി തന്നെ എനിക്ക് തിരഞ്ഞെടുക്കേണ്ടി വന്നു. ഒരു ദിവസം, എന്തെങ്കിലും ഒരു ദിവസം എൻ്റെ കണ്ണിൽ നോക്കി എന്തിനാ നീ ഇതൊക്കെ ചെയ്തതെന്ന് ഒട്ടും ദേഷ്യമില്ലാതെ എന്നോട് ചോദിച്ചാൽ മതി. അന്ന് ഞാനെല്ലാം തുറന്നു പറയും നിന്നോട്. അതുവരെ നിനക്കൊരു പോറല് പോലും പറ്റരുത്. ഒരു ചെറ്റയ്ക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കൂല. നീ അതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. മിത്ര, നിന്നെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ പെണ്ണെ? നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ലാടി. നീ ഒന്ന് മനസ്സിലാക്ക. Mitra, I love you. I really love you.
ഓ എൻ്റെ ഈശ്വരാ, തലയ്ക്ക് എന്തൊരു വേദനയാ. ഉഫ്, എന്തുറക്കം ഞാൻ ഉറങ്ങി. ഇത്ര നേരമായോ? രാവിലെ ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല. ഇന്നലെ കാലം വന്നില്ലേ? എവിടെയും കണ്ടില്ലല്ലോ. നീ രാവിലെ അങ്ങോട്ടേക്ക് എഴുന്നള്ളുമ്പോഴത്തേക്കും മുഖം മുറിപ്പിച്ചോടെ ഇരിക്കുന്നുണ്ടോ? ഈ അതിന്റെ തിരുമോന്ത ഞാൻ കാണണ്ടേ? ഓ, അപ്പത്തേക്കും ചെറ്റും പറപ്പിച്ചോണ്ട് പോയോ? നന്നായി, മോന്ത കാണണ്ട വന്നില്ലല്ലോ. ആ, പോ. എന്നാണ് ഈശ്വര ഇതിൻ്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങാൻ പറ്റുക? നടന്നു തന്നെ. രക്ഷ വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇത്ര നേരമായിട്ട് വരാത്തെ? അല്ലെങ്കിലും ഞാൻ എന്തിനാ അവനെ കാത്തിരിക്കുന്നേ? പക്ഷേ വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇതെന്താ എന്ന് സൗണ്ട് കേൾക്കുന്നേ? അതാരാ? രക്ഷ, ഇവനിതെന്താ പറ്റിയേ? ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇത്ര നല്ലൊരു അവസരം എനിക്ക് കിട്ടില്ല. മിത്ര, മിത്ര, പോവല്ലേ?